മെയിൻലാൻഡ് ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു വോൾക്കാനിക് മൗണ്ടൻ കാണിച്ചു തരാൻ പറ്റുമോ? കാണാൻ കഴിയത്തില്ല. ഇന്ത്യയിൽ ഒരുപാട് മൗണ്ടൻസ് ഉള്ളതായിട്ട് നമുക്കറിയാം. ഹിമാലയാസ്, ആരവല്ലീസ്, ഇല്ലേ, വെസ്റ്റേൺ ഗേറ്റ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പർവ്വതങ്ങൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. പക്ഷെ മെയിൻലാൻഡ് ഇന്ത്യയിൽ നമുക്ക് ഒരു വോൾക്കാനോസും കാണാൻ കഴിയത്തില്ല. അതിന് കാരണം നമ്മൾ കഴിഞ്ഞ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിക്കകത്ത് നോക്കിയായിരുന്നു. ഈ വോൾക്കാനോസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന പ്ലേറ്റ് ബൗണ്ടറികളിലാണ്. ഇന്ത്യയിൽ പ്ലേറ്റ് ബൗണ്ടറി വരുന്നുണ്ട് ഇല്ലേ, അവിടെ നമുക്ക് ഹിമാലയാസ് കാണാൻ കഴിയും. പക്ഷെ അവിടെ സിമിലർ കൈൻഡ് ഓഫ് പ്ലേറ്റുകളാണ്, ഒരേ ഡെൻസിറ്റി ഉള്ള പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ പ്ലേറ്റുകളൊന്നും സബ്ഡക്ഷൻ സംഭവിക്കുന്നില്ല. അതായത് ഈ വോൾക്കാനോസ് ഫോം ചെയ്യണമെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പം അവിടെ ഒരു പ്ലേറ്റ് സബ്ഡക്റ്റ് ചെയ്യണം. സബ്ഡക്ഷൻ സംഭവിക്കുമ്പോഴാണ് അവിടെ റോക്കുകൾ ഉരുകി മാഗ്മയായിട്ട് മാറി മാഗ്മ പുറത്തേക്ക് വന്ന് വോൾക്കാനിക് മൗണ്ടൻസുകൾ ഫോം ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ഡക്ഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻലാൻഡ് ഇന്ത്യയിൽ അങ്ങനെ ഒരു വോൾക്കാനിക് മൗണ്ടൻസ് കാണാൻ കഴിയത്തില്ല. ഇല്ല, പക്ഷെ നമുക്ക് ആൻഡമാനിലും ബാരൻ വോൾക്കാനോസ് കാണാൻ കഴിയും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും ബെർമീസ് പ്ലേറ്റിൻ്റെയും ഭാഗങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഡെൻസിറ്റി ഉള്ള പ്ലേറ്റുകളുടെ ഭാഗങ്ങൾ കൂട്ടിയിടിക്കുന്നു, അവിടെ പ്ലേറ്റിന് സബ്ഡക്ഷൻ സംഭവിക്കുന്നു, വോൾക്കാനിസം ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യയിൽ വോൾക്കാനോസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആൻഡമാനിൽ കാണാൻ കഴിയുന്ന ബാരൻ വോൾക്കാനോ അതിനൊരു എക്സാമ്പിളാണ്. പക്ഷേ മെയിൻലാൻഡ് ഇന്ത്യയിൽ നമുക്ക് വോൾക്കാനോസ് കാണാൻ കഴിയത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഡെക്കാൻ പ്ലേറ്റുമായിട്ട് അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്സിൽ ഒരുപാട് വോൾക്കാനിക് റോക്കുകളുടെ അല്ലെങ്കിൽ വോൾക്കാനിസം സംഭവിച്ചിരിക്കുന്നതിൻ്റെ അംശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം എന്തായിരിക്കും? ഒരുപാട് കാലം ജിയോളജിസ്റ്റുകളെ വട്ടം കറക്കിയ ഒരു ഏരിയയാണ്. അതിന് കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡു കമൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.